PN പണിക്കരുടെ ഓർമ്മ ദിനമായ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുമ്പോൾ വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂളിൽ കുട്ടികൾക്കായുള്ള പ്രത്യേക വായനാ പരിശീലനം ആരംഭിക്കുകയാണ്. ദൃശ്യ മനോഹരതയുടെയും താഴ്വാരങ്ങളിലും മലമുകളിലും കുട്ടികളെ എത്തിച്ച് കഥകളും കവിതകളും വായിച്ച് വായനാശീലം വളർത്താൻ തയ്യാറെടുക്കുകയാണ് അധ്യാപകർ. ഇതോടൊപ്പം തന്നെ മാതാപിതാക്കൾക്കും പൊതുജനങ്ങൾക്കുമായി ഈ വർഷം മുതൽ സ്കൂളിലെ ലൈബ്രറിയും തുറന്നു നൽകും. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആഭരണങ്ങൾ KG's Jewelry, കോട്ടയം കട സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇന്ന് ജൂൺ 19 വായനാ ദിനം. മലയാളിയ അക്ഷരങ്ങളിലൂടെയും പുസ്തകങ്ങളിലൂടെയും പുതിയ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ കേരള കേന്ദ്രശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ ശ്രീ PN പണിക്കരുടെ ഓർമ്മ ദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്. ഒരു വ്യക്തിയുടെ സംഗ്രഹ വളർച്ചയ്ക്ക് മുന്നിൽ വായന വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. പുസ്തകങ്ങളും ചങ്ങാതിമാരും ഒരേപോലെയാണ്. 1995 ജൂൺ മാസം 19-ാം തീയതിയാണ് PN പണിക്കർ എന്ന പുസ്തകങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന മഹത് വ്യക്തി മരണപ്പെടുന്നത്. തന്റെ ജീവിതകാലം അത്രയും ഗ്രാമാന്തരങ്ങളിൽ പുസ്തകങ്ങൾ എത്തിച്ച് വായനശാലകൾ തുടങ്ങി വായനാശീലം ജനങ്ങളിലേക്ക് പകർന്നു നൽകാൻ പ്രയത്നിച്ച വ്യക്തി കൂടിയായിരുന്നു പണിക്കർ. ആധുനിക കാലഘട്ടത്ത് പുസ്തക വായന മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ സ്കൂൾ തലങ്ങളിൽ മുതൽ കുട്ടികളിലെ വായനാശീലം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യമാണ് ഈ വായനാ ദിനത്തിൽ മുൻപോട്ട് വെക്കുന്നത്. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളും ഒട്ടനവധിയായ പ്രമുഖരും നൽകിയ 1000-ഓളം പുസ്തകങ്ങൾ ഉള്ള സ്കൂൾ ലൈബ്രറിയിൽ കുട്ടികൾക്ക് മാത്രമല്ല ഇനി മുതൽ മാതാപിതാക്കൾക്കും പൊതുജനങ്ങൾക്കും അവർക്കാവശ്യമായ പുസ്തകങ്ങൾ എടുക്കാനും വായിക്കാനും സൗകര്യം ഏർപ്പെടുത്തുന്നു. ഇതോടൊപ്പം തന്നെ മലനിരകളുടെയും താഴ്വാരങ്ങളുടെയും ദൃശ്യഭംഗിയിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കുട്ടികളെ എത്തിച്ച് കഥകളും കവിതകളും കഥാപ്രസംഗങ്ങളും വായനയിലൂടെ മനസ്സിലാക്കുകയും കുട്ടികളെ എഴുതാനും വായിക്കാനും പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്ന പദ്ധതിക്ക് കൂടി തുടക്കം കുറിക്കുകയാണ് എന്ന് സ്കൂൾ പ്രധാനാധ്യാപകൻ ST രാജ് പറഞ്ഞു. നല്ല വായന ശീലമുള്ള കുട്ടികളായി മാറ്റുക എന്നുള്ളതാണ് ഈ വർഷം ഞാനും എൻ്റെ അധ്യാപകരും എടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തീരുമാനം. മുഴുവൻ കുട്ടികളെയും നന്നായി വായിക്കാൻ അവരെ തയ്യാറാക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂൾ ലൈബ്രറി ഈ വർഷം ഞങ്ങൾ പൊതുസമൂഹത്തിന് തുറന്നു കൊടുക്കുകയാണ്. കുട്ടികളുടെ രക്ഷകർത്താക്കൾ അതുപോലെ പൊതുസമൂഹത്തിലുള്ള ആളുകൾ ആർക്ക് വേണമെങ്കിലും നമ്മുടെ സ്കൂളിലുള്ള പുസ്തകം വന്ന് എടുക്കാം, വായിക്കാം, തിരികെ കൊണ്ട് അവർക്ക് ഇവിടെ കൊടുക്കാം. എത്ര പുസ്തകം വേണമെങ്കിലും അവർക്ക് എടുത്ത് വായിക്കാം. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ലൈബ്രറി പുസ്തകങ്ങൾ കുട്ടികൾ മാത്രമല്ല രക്ഷകർത്താക്കളും പൊതുസമൂഹവും വായിക്കട്ടെ എന്നുള്ള രീതി. അതുപോലെ പബ്ലിക്കിൽ ഞങ്ങളുടെ സ്കൂളിലെ മുഴുവൻ പുസ്തകങ്ങളും എക്സിബിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സ്കൂൾ ലൈബ്രറിയിൽ മികച്ച പുസ്തകങ്ങളൊക്കെയുണ്ട്. നിങ്ങൾക്കറിയാം, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അരുന്ധതി റോയ് അവർ നേരിട്ട് നമ്മുടെ സ്കൂളിന് ഒപ്പിട്ട് പ്രസൻറ്റ് ചെയ്ത ബുക്ക് വരെ പ്രഗത്ഭരായ എഴുത്തുകാരുടെ ബുക്ക് അവർ നേരിട്ട് നമ്മുടെ സ്കൂൾ ലൈബ്രറിക്ക് നൽകിയ പുസ്തകങ്ങൾ, അതുപോലെ തന്നെ വിദേശത്തുള്ള എഴുത്തുകാർ നമ്മുടെ സ്കൂൾ ലൈബ്രറിക്ക് സമ്മാനമായി തന്ന പുസ്തകങ്ങൾ, ഇങ്ങനെ നിരവധി പുസ്തകങ്ങൾ നമ്മുടെ സ്കൂളിലുണ്ട്. വായനാ ദിനത്തിൽ തന്നെ കുട്ടികളുടെ മനസ്സിലേക്ക് വായന എത്തിക്കുക എന്നതിനു വേണ്ടി സ്കൂളിൽ തയ്യാറാക്കിയിട്ടുള്ള 1000-ഓളം പുസ്തകങ്ങളുടെ എക്സിബിഷനും ഇത് മനസ്സിലാക്കാനുമുള്ള വേദിയൊരുക്കുകയും ചെയ്തിരുന്നു. കൂടാതെ കുട്ടികളുടെ മേൽനോട്ടത്തിൽ തന്നെ വായനാ ദിന പ്രത്യേക അസംബ്ലിയും സംഘടിപ്പിച്ചു. പ്രവർത്തനങ്ങൾക്ക് അധ്യാപകരും വിദ്യാർത്ഥികളും നേതൃത്വം നൽകുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.